നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവിനെയും ശ്രീകൃഷ്ണ ജയന്തിയെയും ചൊല്ലി രാഷ്ട്രീയ കേരളം വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം തന്നെ ഇന്ന് സംവാദത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന്റെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ ആത്മീയതയും വിപ്ലവാത്മകതയും ഒത്തുപോകില്ലെന്ന നവമാധ്യമവാദത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് കൂടി നോക്കിക്കാണാം. നരനും നാരായണനും യഥാക്രമം വിദ്യാർത്ഥിയും അധ്യാപകനുമാണെന്ന തത്വചിന്ത പലരും മറന്നുപോകുന്നു. ഒപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്തതാണോ അതോ കുരിശിൽ തറച്ചതാണോ വെള്ളാപ്പള്ളിയെ ചുടിപ്പിക്കേണ്ടത് എന്ന ന്യായമായ സംശയവും ഉയർന്നു വരുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJP നേതാവ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരെ കൂടാതെ ആത്മീയവാദ രംഗത്തെ വ്യത്യസ്ത ശബ്ദമായ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കൂടി ചേരുന്നു. നമ്മൾ ചർച്ചയിലേക്ക് വരുന്നു. ശ്രീനാരായണ ഗുരു ഒപ്പം ശ്രീകൃഷ്ണ ജയന്തി, ഈ വിഷയങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കും അത് പ്രധാന വാർത്തയാണ്. ഒന്നാം പേജിൽ തന്നെ എഡിറ്റോറിയലൈസ്ഡ് റിപ്പോർട്ടിംഗ് വരെ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഇന്ന് ഒരുപക്ഷെ CPIM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ, അതായത് മനസാക്ഷി കുത്തില്ലാത്തവരായ RSSകാർ മാറിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മുതലെടുപ്പ് നടത്താൻ കഴിയുന്ന തരത്തിൽ ഒരു വിഷയം ഘോഷയാത്രയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കണ്ണൂരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രചരണ വാഹനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചതായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയത്തിലാണ് ഇന്ന് ഈ നിലപാട് CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. ആ നിലപാട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. രൂപം കൊള്ളുന്നത് 1925-ലാണ്. 1925 എന്ന് പറയുമ്പോൾ ബ്രിട്ടനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഉച്ചസ്ഥായി. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കാൻ വരെ മനസാക്ഷി കുത്തില്ലാത്തവരായി ഒരു വിഭാഗം മാറിയിരിക്കുന്നു. അത് RSSകാരാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഒപ്പം CPIMൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രകോപനപരമായ, അതായത് ഒരു ഘോഷയാത്രയിൽ RSSനെ ഒരു ആയുധമാക്കാൻ സാധിക്കുന്ന രീതിയിൽ ചില ഫ്ലോട്ടുകൾ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. അതിലേക്ക് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് കുരിശ് തറിക്കുന്ന വിധത്തിലുള്ള, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരമൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്, അത് അത്തരമൊരു നടപടി എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇടവരുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നവോത്ഥാന നായകന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ കൂടി ജാഗ്രത പാലിക്കണം. അത്തരത്തിലൊരു ജാഗ്രത കുറവ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ജാഗ്രത പാലിക്കണം എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് നിർത്തിയെടുത്ത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ ജന്മാഷ്ടമി ദിനത്തിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അണികൾക്കിടയിൽ വല്ലാത്ത അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഏത് രീതിയിലാണ് അമ്പരപ്പുണ്ടാക്കിയത്, അല്ലെങ്കിൽ അതിൽ എന്ത് തിരുത്തലാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ? മാതൃഭൂമിയെ പോലെയുള്ള പത്രങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പരപ്പായത്, അല്ലാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തോ CPIMൻ്റെ അകത്തോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അമ്പരപ്പിൻ്റെയും പ്രശ്നമില്ല. ഞങ്ങളിത് വളരെ മുമ്പ് തന്നെ ഈ കാര്യം സംബന്ധിച്ച് ചർച്ചകളിൽ വന്നപ്പോൾ കൃത്യതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനാചരണ പരിപാടി CPIMോ ബാലസംഘമോ ഏതെങ്കിലും വർഗപ്രസ്ഥാനങ്ങളോ കേരളത്തിൽ ആചരിക്കുക എന്നുള്ളത് അജണ്ടയിലുള്ളതേ അല്ല. എന്നാൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബാലസംഘം തുടങ്ങി വെച്ച ഒരു പരിപാടിയുടെ സമാപനം ഒരു ഒഴിവ് ദിവസമാണ് എന്നുള്ളത് കൊണ്ടാണ് 5-ാം തീയതിക്ക് മാറ്റിയത്. ആ 5-ാം തീയതി നടത്തിയിട്ടുള്ള പരിപാടി ഒന്നും ആശയവാദപരമായ ഏതെങ്കിലും അടിത്തറയിൽ രൂപപ്പെടുത്തിയ ഒന്നേയല്ല. തികച്ചും ശരിയായ ബാലസംഘത്തിൻ്റെ ഒരു പ്രവർത്തനമെന്ന രീതിയിൽ ഒരു ഘോഷയാത്ര, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ, അതാണ് 5-ാം തീയതി നടന്നിട്ടുള്ളത്. ആ 5-ാം തീയതി നടത്തിയിട്ടുള്ള പരിപാടിയുടെ ഒപ്പമാണ് ഇപ്പോഴിവിടെ വിവാദപരമായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തളിപ്പറമ്പിലെ ആ പ്ലോട്ട് വന്നിട്ടുള്ളത്. അത് സഖാവ് പിണറായി കോടിയേരി ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ഒക്കെ
ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുമ്പിലുള്ള ബിംബങ്ങളാണ്. അതിനെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ടുന്ന ജാഗ്രത, ഗൗരവം കാണിക്കാതിരുന്നു എന്നുള്ള പെശക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ മാസ്റ്റർ, അതായത് പാർട്ടി പറയുന്നു RSSുമായി ബന്ധപ്പെട്ട്, പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, വെള്ളാപ്പള്ളി നടേശന് വീണ് കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഏറ്റവും ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടിയിരുന്നത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിലാണ് മറ്റേ ഈ പ്ലോട്ടിൻ്റെ പ്രശ്നം ഉണ്ടായത്. എന്നാൽ കോടിയേരിയിലാണ് നാങ്ങാറത്ത് പീടിയ എന്ന് പറയുന്ന സ്ഥലം, തലശ്ശേരി. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അങ്ങനെ തന്നെ തകർത്ത് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞത്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ മാത്രമല്ല, അതാണ് പ്രധാനമെന്നുള്ളതുകൊണ്ട് അത് പത്രത്തിൽ ആ രീതിയിൽ വന്നു മാത്രമേ ഉള്ളൂ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, CPIMൻ്റെ, അതുപോലെ തന്നെ സാധാരണക്കാരായ കട ഉടമകളുടെ ഒക്കെ തന്നെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കൊടി, അരിവാൾ ചുറ്റിക നക്ഷത്രം ഉൾപ്പെടെ എല്ലാം തകർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒപ്പമാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൈ വെട്ടി ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്ന് തകർത്ത് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന അവസ്ഥ ഉണ്ടായത്. അത് സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശന് യാതൊരു തരത്തിലുള്ള ഉടൻ തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, കാനം രാജേന്ദ്രൻ പറയുന്നു CPI സംസ്ഥാന സെക്രട്ടറിയാണ്, മാർക്സിസവും ആത്മീയതയും ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്കതിൽ വലിയ വിയോജിപ്പുണ്ട്. കാരണം മാർക്സിസവും ഐഡിയലിസവും മാഷ് പറഞ്ഞ പോലെ ആശയവാദവും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും. കാരണം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ. പക്ഷേ സ്പിരിച്വലിസം എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്ത് നമ്മൾ കാണേണ്ട വിഷയമാണ്. ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയവാദം എന്ന് വെച്ചാൽ അത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവുന്നതാണ്. സ്പിരിച്വലിസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളെ വൈകാരികമായ പ്രക്ഷുബ്ധതകളാണ് നമ്മുടെ മനസ്സിലെ. അത് ഹൈഡഗറിനെ പോലെയുള്ള ചിന്തകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വൈകാരികമായ പ്രക്ഷുബ്ധതകൾ അതിന് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു ബെൻസ് കാർ കിട്ടിയോണ്ട് എൻ്റെ പ്രശ്നം, ഒരുപക്ഷെ എൻ്റെ കാമുകി എന്നെ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എൻ്റെ അധ്യാപകനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം. ആ പ്രശ്നങ്ങൾക്കൊന്നും എനിക്കൊരു ബെൻസ് കാർ കിട്ടിയതുകൊണ്ടോ എനിക്കൊരു ബോയിങ് വിമാനം കിട്ടിയതുകൊണ്ടോ ആ പ്രശ്നങ്ങൾ തീരില്ല. ഈ ഒരു കാര്യം ഏത് കമ്മ്യൂണിസ്റ്റുകാരനും എന്താ ചെയ്യേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരനെ അഡ്രസ്സ് ചെയ്യേണ്ട വസ്തുതയാണ്. കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാഷെ പോലുള്ള ആൾ ശാസ്ത്രീയം എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായ ഒരു മനുഷ്യനെ അയാളുടെ സമഗ്രതയെ മനസ്സിലാക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അവൻ്റെ സ്പിരിച്വലായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അത് അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അത് സോവിയറ്റ് റഷ്യയിൽ യോഗയും ധ്യാനവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ചൈനയിലുണ്ടല്ലോ. അപ്പോൾ ഈ ആത്മീയത എന്ന കമ്മ്യൂണിസ്റ്റിന് അന്യമാണെന്ന് തെറ്റിദ്ധാരണയാണ്. ആശയവാദപരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നങ്ങളുള്ളത്. അതിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ശ്രീ ജെ.ആർ. പത്മകുമാറിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഈ ഹൈന്ദവ ബിംബങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും എല്ലാം BJPയുടെ കുത്തകയൊന്നും അല്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു BJP മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? BJP മാത്രമല്ല, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നുള്ളതാണ് ഞങ്ങൾ. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഞങ്ങൾ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ ആഘോഷിക്കുന്ന കാര്യങ്ങളിൽ സമൂഹത്തിലെ എല്ലാ ആളുകളും ഏറ്റെടുത്ത് നടത്തുന്നതിലും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ വിരോധാഭാസം, ഒരു കാലത്ത് ഇതെല്ലാം മോശമാണെന്ന് പറയുകയും അതനുസരിച്ച് പാർട്ടി പ്ലീനത്തിൽ തീരുമാനമെടുക്കുകയും പുണ്യാകവും മറ്റു കാര്യങ്ങളും ഹൗസ് വാമിങ്ങും ഇതൊന്നും നടത്താൻ പാടില്ല, കല്യാണം കഴിക്കുമ്പോൾ പോലും ആഹാരം പോലും എടുത്ത് ഈ ആചാരമനുസരിച്ച് ഇടാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ച് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരാൾ മരിച്ച സമയത്ത് അയാൾക്ക് അന്ത്യദാശ കൊടുത്തു എന്നൊരു പള്ളിയിലെ ഒരു ഫാദർ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ പോലും നികൃഷ്ടജീവി, അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ പാർട്ടി അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിലേക്ക് വരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിൽ അവർ ഉപയോഗിച്ച ചില കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ചർച്ച നമ്മളിപ്പോൾ ഇവിടെ വിഷ്വലിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഗോവിന്ദ മാസ്റ്റർ, അതായത് ഈ പരസ്യമായ മതാനുഷ്ഠാനങ്ങളിൽ നിന്ന് പാർട്ടി മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ പാലക്കാട് പാർട്ടി പ്ലീനത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു വ്യക്തത കൈവരുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പാർട്ടി അണികൾക്കിടയിലേക്ക് ഇതിൽ വ്യക്തതയ്ക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല. ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവേ അങ്ങനെ തന്നെയാണ്. എന്നാൽ യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എല്ലാം ഭൗതികമാണ്, ഭൗതികമല്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്ന യുക്തിവാദ നിലപാട് CPIM നിലപാടല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദ സമീപനവുമല്ല. ഇവിടെ ആശയമുണ്ട്, അതുപോലെ തന്നെ ഭൗതികമുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചവുമുണ്ട്, ആശയപ്രപഞ്ചവുമുണ്ട്. ആശയപ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്ത, ബോധം, സൗന്ദര്യബോധം,
അതുപോലെ തന്നെ അവൻ്റെ മറ്റ് ഓരോരുത്തരിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള പ്രത്യേകമായ ശേഷി, കഴിവ്, പ്രതിഭ, ഇതൊക്കെ ആശയവാദപരമായ ഒരു ആശയപ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ ഒരു സാമ്പ്രദായികമായ ഒരു വഴി. ഞാൻ അതന്നെ പറയാം. അതാ ഈ സാമ്പ്രദായികം എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞത് ഭൗതിക പ്രപഞ്ചത്തെയും ആശയപ്രപഞ്ചത്തെയും രണ്ടിനെയും ഉൾക്കൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആശയപ്രപഞ്ചവും ഭൗതിക പ്രപഞ്ചവും ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇതിലേതാണ് പ്രാഥമികം എന്നുള്ള ചോദ്യമാണ് പ്രസക്തി. ഏതാണ് പ്രാഥമികം എന്ന ചോദ്യത്തിന് BJPക്കാർ ഉൾപ്പെടെയുള്ള ആശയവാദികൾ പറയുന്നത് ആശയവാദമാണ്. ഞങ്ങൾ പറയുന്നത് ഭൗതികവാദപരമായ നിലപാടെന്താ? ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നമാണ് ആശയപ്രപഞ്ചം. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നമായ ആശയപ്രപഞ്ചവും ഭൗതിക പ്രപഞ്ചവും ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യൻ്റെ വൈകാരിക പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേളുവാട്ടൻ മരിച്ചപ്പോൾ ഏറ്റവും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായ ഒരു കാര്യമാണ് സഖാവ് നായനാർ പൊട്ടിക്കരഞ്ഞു. ഒരക്ഷരം പറയാൻ സാധിക്കാതെ ശവസംസ്കാര ചടങ്ങിൽ പൊട്ടിക്കരയുന്ന നിലയുണ്ടായി. അപ്പോൾ പറഞ്ഞു ഇതെന്തൊരു കഥയാണ്, ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കരയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നായനാരും അതുപോലെ തന്നെ കേളുവാട്ടനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം വെറും ഭൗതിക തലത്തിൽ മാത്രം കൈകാര്യം ചെയ്താൽ ശരിയാവില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ വൈകാരിക ബന്ധത്തെ നിഷേധിച്ച് കേവലമായ ഭൗതികമായ ഒരു നിലപാട് മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ശരിയല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അതല്ല, അത് യുക്തിവാദപരമായ ഒരു നിലപാട് മാത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായി മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. അതിൻ്റെ അർത്ഥം ആശയവാദപരമായ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല, ആശയവും അതുപോലെ തന്നെ ഭൗതികവും രണ്ടും ചേർന്ന ഒരു ഭൗതിക ആശയ പ്രപഞ്ചം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുണ്ടെന്ന് അറിയാലും ഒരു നിമിഷം ഇവിടെ എന്താ സംഭവിക്കുന്നത്? CPM-ന്റെ വിമർശകർ ഈ വിഷയത്തിൽ എന്താ ചെയ്യുന്നതയോ, ആടിനെ പട്ടിയാണ് എന്ന് ചിത്രീകരിച്ച് പേപ്പട്ടിയാണ് എന്ന വ്യാജേന എറിയാണ്, തല്ലിക്കൊല്ലാൻ നോക്കുകയാണ്. സത്യത്തിൽ ഇവർ കാര്യം മനസ്സിലായല്ലോ. മാഷ് പറഞ്ഞ പോലെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് യുക്തിവാദം ശ്രീ പത്മകുമാർ പറഞ്ഞു. നമുക്ക് സജീവൻ കൂടി ഉണ്ട് പാനലിൽ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഇപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ വിശദീകരിച്ച് നോക്കിയാൽ EMS ഇത് മനസ്സിലായിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാരനല്ലേ EMS. ഞാൻ ഒരു കാരണം പറഞ്ഞു. അച്യുതമേനോൻ മരിച്ച സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. 2 തവണ മരിച്ചതിന് ശേഷം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 2 ലക്കമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് EMS 4 ലക്കമായിട്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ അച്യുതമേനോൻ പറഞ്ഞത് 3-4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസം വളർന്നിട്ടില്ല. അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഞങ്ങളുടെ തത്വശാസ്ത്രത്തിന് പുറത്തുള്ള മഹാത്മാരായ സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, അംബേദ്കർ, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളെ പാർട്ടി വൈമനസ്യം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതിന് ഈ കമ്മ്യൂണിസം ഇന്ത്യയിൽ വളരാത്തതിന് കാരണം. അത് EMS എഴുതിയ മറുപടി എന്താ? EMS പറഞ്ഞത് അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിനും മാർക്സിസ്റ്റ് ദർശനത്തിനും ഒക്കെ എതിരായിട്ടാണ് ചിന്തിച്ചിരിക്കുന്ന ലേഖനം എഴുതി. ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഇത് ദാർശനിക പ്രശ്നമാണ്, വെറുതെ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. EMS എഴുതിയിട്ടുള്ള ദാർശനികമായ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. കേക്ക് ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരു സംശയമില്ലാത്ത രീതിയിൽ EMS തന്നെ പറഞ്ഞാണ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ദീക്ഷണാശാലികളായ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇത്രയേ കാര്യമുള്ളൂ. നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി പൈതൃകമായി കിട്ടിയ എല്ലാറ്റിനെയും അതേപോലെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല. ഒന്നുകൂടി അത് പൂർണ്ണമായിട്ടില്ല, ഒരു സെൻറ്റൻസേ ആയിട്ടുള്ളൂ, അതിന് ബാക്കിയുണ്ട്. അതായത് പൈതൃകമായി കിട്ടിയ എല്ലാം തന്നെ സ്വീകരിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സാമൂഹ്യ പരിവർത്തനത്തിനും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി പൈതൃകമായി കിട്ടിയതിൽ എന്തൊക്കെ ഉപയോഗിക്കാനാവുമോ അത് മുഴുവൻ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പൈതൃകമായി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നിനെയും അവസാനിപ്പിക്കാൻ പാടില്ല.
ഒന്നിനെയും നശിപ്പിക്കാൻ പാടില്ല. ഞാനതല്ല വിജ്ഞാന ഭണ്ഡാരത്തിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞ പ്രതിഭ അതല്ല. ഞങ്ങളുടെ തത്വശാസ്ത്രത്തെ പുറത്തുള്ളവരുടെ ആശയം, ഇവിടുത്തെ സാമൂഹിക പരിഷ്കൃത ആശയം സ്വീകരിക്കാത്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞ അച്യുത മേനോനെ തിരുത്തിയിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിന് എതിരാണ്, വ്യത്യാസമാണ് മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പരിമിതി ബിജെപിയുടെ. നമുക്ക് കാണാൻ സാധിക്കും. വളരെ വ്യക്തമാണ്. ചോദിച്ചോട്ടെ, ഇവര് വലിയ എല്ലാരും റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലെ 15 പേരുണ്ട്. അതില് 9 പേരും ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമാണ്. 2 OBC ഉണ്ട്, 2 നായരുണ്ട്, 2 നമ്പൂതിരി ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടാവും? ഒരു നിമിഷം നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് വഴിവിട്ട് പോകണ്ട. ശ്രീ എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. നമുക്കറിയാം ശ്രീനാരായണ ഗുരു, ശ്രീകൃഷ്ണ ജയന്തി, ഒരുപാട് കോളിളക്കം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ബന്ധപ്പെടുത്തി തന്നെ ഇന്ന് വളരെ വികാരപരമായി ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ സംഭവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രസ്താവനകളാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ CPM അവരുടെ നിലപാട് കൃത്യമായി വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആത്മീയതയും വിപ്ലവാത്മകയും ഒത്തുപോകില്ല എന്ന രീതിയിൽ നവമാധ്യമങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി തന്നെ ആ രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുന്നു. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ആദ്യ വിലയിരുത്തൽ എങ്ങനെയാണ്? ആദ്യ വിലയിരുത്തലിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പേ വന്നു കയറി തെറ്റിപ്പോയെന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം ഇവിടെ നടന്ന ചർച്ച ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലല്ലാതെ വേറെന്തെല്ലാമോ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഭൗതിക തലത്തിനൊക്കെ ഭൗതിക വിചിന്തനത്തെക്കുറിച്ചുള്ള ചിന്തകളും മറ്റങ്ങനെ താത്വികമായുള്ള ചിന്തകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ കൃത്യമായിട്ടൊരു സംഭവമുണ്ട്. അതിനാണല്ലോ ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതിവിടെ അവതരിപ്പിച്ചത് വളരെ മോശമായിപ്പോയി. ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്ന തരത്തിലാണെന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന കുറേ ആളുകളെയും കുറേ പ്രസ്താവനകളും ഞാൻ കണ്ടു. എനിക്ക് ഒരൊറ്റ സംശയമേ ഉള്ളൂ. ഞാൻ CPIM നടത്തിയിട്ടുള്ള ഈ ഘോഷയാത്രകളെക്കുറിച്ചൊന്നും അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും സംശയമുള്ള ഒരാളാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് CPM നടത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ CPM നടത്തിയ ഘോഷയാത്രയിൽ ഏറ്റവും നല്ല നിശ്ചല ദൃശ്യമായിട്ട് അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചതാണെന്ന് ഞാൻ ഇത് ആലങ്കാരികമായി പറയുകയല്ല, വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചു എന്നുള്ളത് എത്രയോ ഇതിപ്പോഴത്തെ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ കുറേ പേര് ഉള്ള തരച്ചതെന്നല്ല പറയുന്നു. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ ഘട്ടം മുതലുള്ളതാണ്. അതിനെ ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇതിൻ്റെ മുദ്രാവാക്യം. SNDP യോഗത്തിൻ്റെ കൊടിയുടെ മുകളിലുള്ള ആളാണല്ലോ. പക്ഷേ ഇതിന് നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്താണ്? അവരെല്ലാം പറയുന്നത് ഇവിടെ ഈഴവജാതിയെക്കുറിച്ചാണ്. പണ്ട് ശ്രീനാരായണീയൻ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാവുന്നതായിരുന്നു. ഞാൻ ശ്രീനാരായണീയനാണ് എന്നാണ് പലപ്പോഴും SNDPയുടെ പ്രവർത്തകന്മാർ, SNDP യോഗത്തിൻ്റെ പ്രവർത്തകന്മാർ, അതിൻ്റെ നേതാക്കന്മാർ ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താണ്? വായെടുത്താൽ ഈഴവൻ, പണ്ട് ഈഴവ തീയ ബില്ലവ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴതൊക്കെ മാറിയിട്ട് ഈഴവൻ എന്ന് മാത്രമായിട്ട് മാറിയിരിക്കുന്നു. ഒരു ജാതി എന്ന് പറഞ്ഞാൽ സമസ്ത ജനങ്ങൾക്കും സമസ്ത മനുഷ്യജാതിയിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഒറ്റ ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം ഉൾക്കൊള്ളുന്ന കൊടിയുടെ താഴെ നിന്നുകൊണ്ടാണ് ഇവിടെ ഈഴവൻ എന്ന് പറയുന്നത്. അത് ശരിയാണോ? അതല്ല അതിൽ പറഞ്ഞു. ആ കാര്യം കൊണ്ട് തന്നെ അന്നേ ഞങ്ങളെ വേണ്ടാത്ത ഗുരുവിനെ ഞങ്ങൾക്കും വേണ്ട എന്ന് ഇവിടെ ഇപ്പോഴത്തെ ആളുകളൊന്നുമല്ല, ഗുരുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകളുണ്ട്. അന്നത്തെ SNDP യോഗത്തിൻ്റെ സാരഥികൾ. അതുണ്ടായില്ലേ? പിന്നെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ലോകത്തിൽ 2ാമത്തെ സമ്മേളനം നടത്തിയ, സർവ്വമത സമ്മേളനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരു. അവിടെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞിട്ട് സകല മതവും പഠിപ്പിക്കണമെന്ന്, എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. സംഭവത്തെ ഒരു മതത്തിൻ്റേത് മാത്രമാക്കി മാറ്റുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുരിശിലേറ്റലല്ലേ? ഒരു വശത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മറുവശത്ത് RSSുമാണ്. ഈ രണ്ടു കൂട്ടരും ചേർന്നുള്ള ഒരു ആക്രമണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതിനെ എങ്ങനെ കാണുന്നു? ഞാൻ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ പിന്നെ ഇല്ല വെള്ളാപ്പള്ളി നടേശനെയോ അല്ലെങ്കിൽ RSSനെയോ അല്ല കുറ്റം, അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശനിൽ മാത്രമല്ല ഈ ഈഴവജാതി പറഞ്ഞുകൊണ്ടുള്ളത്. ഇത് തുടക്കത്തിൽ തന്നെ ഇതിന് ഈ പ്രസ്ഥാനത്തെ ഈഴവരുടെ ഒരു സമുദായ സംഘടനയാക്കിയിട്ട് മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിൽ നിന്നും ഈ SNDP യോഗത്തെ രക്ഷിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും നടക്കാതെ അവസാനം SNDP യോഗത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. ഇവർ ഇപ്പോൾ ഈ കുരിശിൽ തറച്ചതിനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന ആളുകൾ ആദ്യം വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനോടൊപ്പം ഈ ശ്രീനാരായണ ഗുരു ഇവിടുന്ന് അവസാനം ഒളിച്ചോടിപ്പോയല്ലോ, പേടിച്ചോടിപ്പോയല്ലോ. ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഒരു കുറിപ്പുണ്ട്, ഒരു പുസ്തകം പോലെ. ഇപ്പോൾ അച്ചടിച്ച ഇതിവിടെ പരസ്യമായിട്ട് കിട്ടുമെന്നറിയില്ല, അതൊന്ന് വായിച്ചു നോക്കണം. ശ്രീനാരായണ ഗുരു അന്ന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവചരിത്രം എഴുതുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഇതുകൂടി എഴുതണം എന്നുള്ളത്. എത്ര പേര് വിദ്യാനന്ദ സ്വാമികൾ എഴുതിയിട്ടുള്ള ആ ഹൃദയസ്പൃക്കായിട്ടുള്ള ആ ഗുരുവിൻ്റെ ആ പ്രയാണം കേരളത്തിൽ നിന്ന് പോയിട്ട് തമിഴ്നാട്ടിലേക്ക്. തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരാം. ആ ചർച്ച ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ശ്രീനാരായണ ഗുരു 1916 മെയ് 22 അദ്വൈതാശ്രമത്തിൽ നിന്ന് ഡോക്ടർക്ക് അയച്ച ഒരു കത്തിൻ്റെ പകർപ്പ്. അതിൽ ഒറ്റ വാചകമേ ഉള്ളൂ, ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മുമ്പേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നത് പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ ഞാൻ വിട്ടിരിക്കുന്നു എന്നാണ്. ഒരു പക്ഷേ ഇന്നലെയും ഇന്നുമായി നവമാധ്യമ രംഗത്ത് ഒരുപാട് അഭിപ്രായങ്ങളും ഇതേക്കുറിച്ച്, അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം CPIM നടത്തിയത് ശരിയോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നടത്തണമായിരുന്നു, അത് ആരെ പ്രതിരോധിക്കാനാണ്, RSS ഹൈന്ദവ സംഘടനകളെ പ്രതിരോധിക്കാനാണോ, അതിൽ അവർ വിജയിച്ചോ ഇല്ലയോ, ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ ഈ ശ്രീനാരായണ ഗുരു കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കപ്പെട്ട ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് BJPയുടെ നേതാവ് ശ്രീ പത്മകുമാർ നമ്മോടൊപ്പം ഉണ്ട്. കോടിയേരിക്കടുത്ത് നാങ്ങാറത്ത് പിടിയിൽ ഒരു പ്രതിമ കൈവെട്ടി മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല, നമ്മൾ കേട്ട മറ്റൊരു വാർത്ത, ശോഭായാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട സംഭാവന നൽകാത്തതിൻ്റെ പേരിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഷോറൂം മൊത്തം അടിച്ചു തകർക്കപ്പെട്ടു. അപ്പോൾ ഒരു സന്മാർഗപരമായ നീക്കം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് അപ്പുറത്ത് പലപ്പോഴും അക്രമത്തിലേക്ക് വഴിമാറുന്ന ഒരു സന്ദേശമാണ് ഏത് വിഷയത്തിലാണെങ്കിലും RSS കൈക്കൊള്ളുന്നതെന്നുള്ളത് നമുക്ക് അനുമാനിക്കേണ്ടി വരില്ലേ? ഇതിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി എടുത്ത തീരുമാനം BJPയുടെ വളർച്ച കേരളത്തിൽ അനുവദിക്കില്ല എന്ന് തീരുമാനം എടുത്ത് അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഞങ്ങൾ 30 വർഷമായിട്ട് ഞങ്ങളുമായി ബന്ധമുള്ള സംഘടനകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ നിന്നല്ല, ഒരു BJP നേതാവും ഇതിൻ്റെ സംഘാടകനായിട്ട് പോകുന്നുമില്ല. ആ കുട്ടികളുടെ പരിപാടി നടക്കുമ്പോൾ ഇതേ ദിവസം തന്നെ ഓണാഘോഷം നടത്തുന്ന ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി വേണ്ടേ? കേരളത്തിൽ എവിടെയെങ്കിലും ഈ സംഭവം ഉണ്ടോ? എന്നിട്ട് ഇത് ബോധപൂർവ്വം ഉണ്ടാക്കി എടുത്ത ശ്രമമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ SNDPക്കോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാം, ഞങ്ങളെ പ്രതിമ ആക്രമിക്കാൻ പോകില്ല എന്നുള്ളത്. അല്പം പ്രകോപിതരല്ലേ? അല്ലല്ല, ഒരിക്കലും അങ്ങനെ പോകില്ല എന്നറിയാം. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ളത് നോക്കി, ഫസൽ വധ കേസ് എടുത്ത് നോക്കിയാൽ, TP ചന്ദ്രശേഖരൻ കേസ് നോക്കിയാൽ, ഇതെല്ലാം നടക്കുമ്പോൾ അതിനെ വേറൊരാളുടെ തോളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവ്വമായി സഹാവ് കൃഷ്ണപിള്ളയുടെ ഇന്ന് കോട്ടയത്ത് നടന്ന സംഭവം CPIM പോളിറ്റ് ബ്യൂറോ അംഗമായുള്ള ശ്രീ പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് കല്ലേറും ബോംബേറും ഒക്കെ നടന്നിരിക്കുകയാണ്, ആക്രമണം നടന്നിരിക്കുകയാണ്. ആ വേദിയിൽ അദ്ദേഹം RSSനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. RSSനെ കുറിച്ച് ആദ്യമല്ലല്ലോ പിണറായി വിജയൻ പറയുന്നത്, എത്രയോ കാലമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പിണറായി വിജയന് വേറെ ഒരു നിമിഷം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം തരാം. ശ്രീ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ നിന്ന് RSS രൂപം കൊള്ളുന്നത് 1925 1925 എന്ന് പറയുമ്പോൾ ബ്രിട്ടനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഘട്ടമാണ്. പിന്നീട് 22 വർഷം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ശക്തമായി നിലകൊണ്ടു. ഈ 22 വർഷ കാലയളവിനുള്ളിൽ RSS സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പങ്കുവഹിച്ചു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവർ വഹിച്ച പങ്ക് എന്തായിരുന്നു എന്ന്. ഓക്കെ, അങ്ങനെ ഒരു വാദഗതി. നമ്മോടൊപ്പം ശ്രീ വിശ്വബോധാനന്ദ ചേരുന്നു, വിശ്വഭദ്രാനന്ദ ബോധി.
സ്വാമി, താങ്കൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ആത്മീയ നേതാവാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ, പ്രത്യേകിച്ചും ഈ ഒരു വിവാദത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ കള്ളി വെളിച്ചത്തായതിന്റെ വെപ്രാളത്തിലാണ് സംഘപരിവാരം എന്നാണ് തെളിയിക്കുന്നത്. ഏറ്റവും ശക്തമായി തങ്ങൾക്ക് വേരോട്ടമുണ്ട് എന്ന് ബി.ജെ.പിയും സംഘപരിവാരവും അവകാശപ്പെട്ടു വരുന്ന ഉത്തരേന്ത്യയിൽ എവിടെയും ബാലഗോകുലം എന്ന് പറയുന്ന പരിവാർ പ്രസ്ഥാനമോ അവരുടെ കുട്ടികളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടുള്ള ശോഭായാത്രകളോ നടത്താറില്ല. കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ കാലമായിട്ട് അവര് കുട്ടികളെ തെരുവിലിറക്കി വെയിൽ കൊള്ളിപ്പിച്ച് ശോഭായാത്ര നടത്തി ഞങ്ങൾ വലിയ കൃഷ്ണന്റെ ആളുകളാണ് എന്ന് കൃഷ്ണഭക്തരായ സാധാരണ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അതിനെതിരായ ഒരു പ്രതിരോധം പുരോഗമന സ്വഭാവമുള്ള ഹൈന്ദവരായ വിശ്വാസികളിൽ നിന്നും അനുഭാവികളിൽ നിന്നുമൊക്കെ ഉണ്ടായപ്പോൾ തങ്ങളുടെ കള്ളിയും കളവും നഷ്ടപ്പെടുന്നു എന്ന ഭീതിയിലാണ് സംഘപരിവാരം പ്രതികരിക്കുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ പത്മകുമാറിന് പറയാം. ഇതിനെക്കുറിച്ചാണോ നേരത്തെ രണ്ടും പറഞ്ഞോളൂ. സ്വാമി പറഞ്ഞത് സ്വാമി ശരിയല്ല അല്ലേ? അല്ലല്ല, അങ്ങനെ അല്ലല്ലോ. അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാവ്യൊക്കെ ധരിച്ചുകൊണ്ട് നടക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് തന്നെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ശക്തമായി കേരളത്തിലുണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, കാസർഗോഡ് അല്ല ഇപ്പൊ ഇവിടുത്തെ ഈ അവസ്ഥയിൽ കാസർഗോഡ് ഒരു സ്വാമി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മുടി വളർത്തി എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പിടിച്ചുകൊണ്ട് ആൾ ദൈവത്തിനെതിരെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാശ്മീർ അവിടെ കൈലാസത്ത് പോയിട്ട് വരുമ്പോൾ അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, എന്റെ മുടി അല്പം പ്രകോപനപരമാണ്. അതാണ് പ്രശ്നം. ഞങ്ങളൊരു സ്വാമിയുടെയും പിറകെയല്ലോ. സ്വാമിമാര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്, ഏത് രീതിയിൽ പ്രവർത്തിക്കും, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പിണറായി വിജയൻ സഖാവ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, RSSനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന് RSSന്റെ ചരിത്രം അറിയാത്തത് കൊണ്ട് പറയുകയാണ്. സംഘ ആദ്യത്തെ സ്ഥാപകൻ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതും ജയിലിൽ കടന്നിട്ടുള്ളതും അതൊക്കെ ഒത്തിരി ചരിത്രമാണ്. ഞാനിലേക്ക് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ RSSനെ കുറ്റം പറയുന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താ? സോഷ്യലിസ്റ്റ് പിതൃഭൂമിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചവരാണെന്ന് പറഞ്ഞ ഈ ജനങ്ങൾ പുറത്തെ നമ്മൾ വിഷയം താങ്കളിലേക്ക് വരാവുന്ന ഒരു വിഷയമുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് SNDPയെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഹിന്ദുമത SNDPയെ എതിർക്കുന്നില്ല, NSSനെ എതിർക്കുന്നില്ല. ഞങ്ങൾക്ക് അനുകൂല സമീപനമാണ്, ശിവഗിരിയോട് ബഹുമാനമാണ്. അങ്ങനെ നമുക്ക് ആരോട് ഒരു മതത്തിനോട് പ്രത്യേക എതിർപ്പോ അവരെ കൂടുതൽ ചർച്ചകൾ തുടരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ പോരാട്ട ഭൂമിയുടെ കേന്ദ്രീകൃതമായ ശക്തിയായിട്ട് നിലകൊള്ളാൻ കഴിഞ്ഞൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ സ്വാതന്ത്ര്യം നേടുന്നതിന് ഉൾപ്പെടെ സാധിച്ചിട്ടുള്ളത്. ഒരു കോൺഗ്രസിന്റെ BJP എവിടെ ഉണ്ടായിരുന്നില്ല, അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു വർഗീയവാദി അങ്ങനെ ശ്രീ പത്മകുമാർ ആയിക്കോട്ടെ, താങ്കളുടെ നിലപാടുകൾ താങ്കൾ, പക്ഷേ അങ്ങനെ ഒരു ഒറ്റ കൊടുത്ത രാഷ്ട്രീയ കേരളം പോലുള്ളൊരു മണ്ണിൽ എങ്ങനെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് ദേശീയ പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ചിന്താഗതി ഉള്ളതുകൊണ്ട് നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനം. ഈ കേരളത്തിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനം ഹിന്ദു സമുദായത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഹിന്ദു സമൂഹമാണ്.
അതുകൊണ്ടായിരിക്കാം ശ്രീനാരായണ പ്രസാദിനെയും ചട്ടമ്പി സ്വാമികളെയും സ്വാമി വിവേകാനന്ദനെയും അല്ലെ മാതൃകയാക്കേണ്ടത്. ശ്രീ ഫക്രുദ്ദീൻ എങ്ങനെയാണ് ഈ പറയുന്ന ചർച്ചകളിൽ എനിക്ക് പോലും ഫക്രുദ്ദീൻ പറഞ്ഞാൽ ഇതിന്റെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ BJP-ക്കാർ ഇപ്പൊ അടുത്ത അധികാരത്തിൽ കിട്ടിയോടുകൂടി ഇവർക്ക് 45 മുമ്പുള്ള ചരിത്രത്തെ മൊത്തം മാറ്റിയതാനുള്ള ശ്രമമാണ്. ഇത് ലോകത്തിന് എവിടെ പോയാലും പരിഹാസ്യത ഉളവാക്കുള്ളൂ. കാരണം ഈ ഡോക്ടർ ജി ആണല്ലോ ഇതിന്റെ സ്ഥാപകൻ RSSന്റെ. ഡോക്ടർ ജി ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇപ്പോൾ അരവിന്ദ ഘോഷിന്റെ ഒക്കെ കൂടെയാണ്. അരവിന്ദ ഘോഷൊക്കെ സജീവമായി നിന്നത് 1925 മുമ്പെയാണ്. 1925 മുമ്പെയാണ് ഡോക്ടർ ജി എല്ലാം ജയിലിൽ കടന്നിട്ടുള്ളത്. 1925 RSS രൂപീകരിച്ച സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് RSSനോട് മുസ്ലിം ലീഗിനോട് എടുത്ത സമീപനം ഒന്നായിരുന്നു. ഈ രണ്ട് കമ്മ്യൂണൽ ഫോഴ്സസിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ച് നിർത്താൻ പറ്റും. അങ്ങനെ വിഭജിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്ക് സാധനം കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ട ആയിരുന്നു. അന്ന് ഇതിനെ ശക്തമായിട്ട് എതിർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് ഇടതുപക്ഷ സ്വഭാവമുള്ള കോൺഗ്രസ്സുകാരാ. പിന്നെ ഉണ്ട് ഹിന്ദുത്വവാദികൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആരാണ്? മദൻ മോഹൻ മാളവ്യനൊക്കെ പോലെയുള്ള ആരാണ്? ഹിന്ദു മഹാസഭയുടെ ആളുകൾ. അവരുടെ പൈതൃക ഇവർ അവകാശപ്പെടുന്നതിന്റെ കൂടെ ഗോഡ്സെ അംഗീകരിക്കണം. കാരണം ഗോഡ്സെ ആണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത വിഷയം, അത് കുരിശിൽ തറച്ചുകൊണ്ട് ഫ്ലോട്ട് നീങ്ങിയ വിഷയം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ചരിത്രം വരെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വളരെയധികം പ്രകോപിതനായിരിക്കുന്നു. അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം വരുന്നൊരവസ്ഥ. ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഹിറ്റ്ലർ പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം, അതായത് കോടിയേരിക്കടുത്ത് നാങ്ങാറത്ത് പീടികയിൽ ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ തകർത്തു, കൈവെട്ടി മാറ്റി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. ശ്രീ A. സജീവൻ, ഇത് ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സൂചകങ്ങളായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്, സംഘപരിവാർ സംഘടനകളുമായി ഞങ്ങൾ ചേർന്ന് പോകാൻ താല്പര്യപ്പെടുന്നു. 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ സംഘപരിവാറുമായിട്ടൊരു ബന്ധവുമില്ല, BJP-യുടെ കൂടെ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ ഓൺലൈനിൽ വായിച്ചിട്ടുള്ളത് സംഘപരിവാറുമായിട്ട് മാത്രമല്ല താലിബാനുമായിട്ട് വേണമെങ്കിൽ കൂട്ടുചേരുന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണല്ലോ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇത് ഏതെങ്കിലും ഒരു പാളയത്തിൽ എത്തിക്കണം. രാഷ്ട്രീയമായ താല്പര്യങ്ങൾ അദ്ദേഹത്തിന് പലതും വന്നിട്ടുള്ള കാര്യം പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പമുള്ള നേതാവായിട്ടുള്ള ശ്രീ വിദ്യാസാഗർ ഒരു പാർട്ടി രൂപീകരിച്ചു. ഇനി ആ പാർട്ടി തന്നെയാണ് വെള്ളാപ്പള്ളി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയ താല്പര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക താല്പര്യങ്ങൾ ഏതാണ്ട് ഫുൾഫിൽ ചെയ്യപ്പെട്ടു, അത് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളാണ്. അതല്ലാതെ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചൊരു ചോദ്യം പ്രത്മകുമാറിനെ പോലുള്ള ആളുകളുടെ അടുത്ത് കിട്ടാൻ മറുപടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണ് വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു ജാതിയുടെ പ്രയോക്താവോ പ്രബോധകനോ ഒക്കെ ആണോ? എനിക്കറിയേണ്ട ഒരു താല്പര്യമുണ്ട്. വെള്ളാപ്പള്ളി ഏതെങ്കിലും മതത്തിന് വേണ്ടിയിട്ട് വാദിച്ചയാളാണോ? അങ്ങനെയാണെങ്കിൽ ഈഴവന് വേണ്ടി പറയുന്ന ആളുകൾക്ക് വെള്ളാപ്പള്ളി ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറയാം. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഞാൻ പഠിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്കിതുവരെ വെള്ളാപ്പള്ളി ഒരു ജാതിക്കെതിരെ വേണ്ടിയെന്ന് പറഞ്ഞില്ല, മാത്രമല്ല ജാതി നശിക്കണം, ജാതി ഉണ്ടാവാൻ പാടില്ലെന്ന് 100 തവണ 1000 തവണ പറഞ്ഞിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരു. വെള്ളാപ്പള്ളി നടേശൻ 1000 തവണയല്ല 1,00,000 തവണ പറയുന്നതും ഈഴവൻ എന്നുള്ളതാണ്. ഈ കാര്യമാണ് എനിക്ക് മനസ്സിലാവാതെ. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ എന്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ തകർത്തു എന്ന് പറയുന്ന കാര്യം? ഗുരു ചെയ്ത ഒരു കാര്യത്തെ തകർത്തുകൊണ്ട് നമ്മൾ പിന്നെ കൃത്യമായി തന്നെ മനസ്സിലാവുന്നു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ഈ ടെലിഫോൺ ലൈനിലോട്. സ്വാമി, ഒരു ഒറ്റ ചോദ്യം താങ്കളോട്. അതായത് ഈ പുരോഗമനപരമായ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾ, അത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ സംഘടനകളാവട്ടെ, അവരെല്ലാം പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മതചിന്തകളിലും അല്ലെങ്കിൽ പ്രവൃത്തികളിലുമൊക്കെ ഇടപെടുന്നത് വളരെ തെറ്റായ രീതിയിൽ കാണേണ്ട ഒരു കാലഘട്ടത്തിലാണോ നമ്മളിപ്പോൾ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും പ്രസ്ഥാനവും ജനങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള
വിശ്വാസം മുതലായ പല സ്വത്വബോധങ്ങളെയും അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ അംഗീകരിക്കുകയും അതിനെ അഭിസംബോധന ചെയ്യുകയും അതിനെ മർദ്ദിതരുടെ മോചനത്തിനായുള്ള ശക്തി ത്വരകങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യേണ്ട ബാധ്യത പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലുണ്ടായിരുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ താങ്കൾക്ക്? ജന്മാഷ്ടമി ദിനത്തിലെ ഓണാഘോഷം, CPI മണികളിൽ അമ്പരപ്പ്. താങ്കൾ അതേക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് സംശയം. ഞാൻ അതേക്കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് ഓർമ്മയില്ല. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ല എവിടെയും. മാതൃഭൂമി പത്രവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്തയിലെ അബദ്ധം ആണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താന്ന് വെച്ചാൽ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നടന്ന കൃഷ്ണാഘോഷ പരിപാടികളിൽ കുറിച്ചിട്ട് മാതൃഭൂമി ലേഖകൻ റിപ്പോർട്ട് ചെയ്തത്, 1-ാം പേജിൽ തന്നെ വലിയ തലക്കെട്ടിൽ റിപ്പോർട്ട് ചെയ്തത് കൃഷ്ണനും മിഥിലയും കൃഷ്ണഭക്തി അമൃതവർഷമായി, അമൃതപുരി മിഥിലാപുരിയായി എന്നാണ്. മിഥിലയും കൃഷ്ണനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മിഥില എന്ന് പറയുന്നത് രാമായണത്തിലെ ജനകന്റെ തലസ്ഥാന നഗരിയാണ്. അപ്പോ ഇത്ര വിവരം കെട്ട ആളുകൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എഴുതിയുണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു അബദ്ധമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതായത് പ്രഭാത് ബുക്സ് പുറത്തിറക്കിയ സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ ജീവചരിത്രം ഒന്ന് കാനം രാജേന്ദ്രൻ വായിക്കണമെന്ന് താങ്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം? അതിന്റെ പശ്ചാത്തലം കാനം രാജേന്ദ്രൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികൾ ഇത്തരം ആഘോഷങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് വളരെ തർപ്പിച്ചും ഉറപ്പിച്ചും പറയുകയും ഒപ്പം വിപ്ലവവും ആത്മീയതയും ഒത്തുപോകില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രഭാത് ബുക്ക് ഹൗസ് പുറത്തിറക്കിയിട്ടുള്ള സഹജാനന്ദ സരസ്വതി സ്വാമികളുടെ ജീവചരിത്രം വിപ്ലവവും ആത്മീയതയും എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമെന്ന് ചരിത്രപരമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മഹൽ ഗ്രന്ഥമാണ്. അത് അദ്ദേഹം വായിക്കണമെന്നാണ് ഇപ്പോഴും എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ അലി, താങ്കൾ കാത്തിരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന്, അതായത് RSSന്റെ പങ്കിനെക്കുറിച്ച് ഇദ്ദേഹം പറയും, പത്മകുമാർ സാർ പറയുമ്പോൾ അപ്പുറത്ത് മാഷ് പറയുന്നത് CPM-നുമായിട്ട് ബന്ധപ്പെട്ടില്ല. അവസരം മാഷ്ക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പപ്പഞ്ചേട്ടൻ ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറയാം. ശ്രീനാരായണ ഗുരുവിനെയും ശ്രീകൃഷ്ണ ജയന്തിയെയും ചൊല്ലിയുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതുതന്നെയാണ്. ആ സംവാദത്തിൽ ഒരുപക്ഷെ ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയം, അതായത് അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതിൻ്റെ സൂചകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമായെങ്കിലും CPIM വളരെ ശക്തമായി ആ പാർട്ടിയുടെ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതേസമയം തന്നെ RSSൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ അധികം വന്നിട്ടുമില്ല. പ്രത്യേകിച്ചും ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ പത്മകുമാറാണ്. CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ശ്രീനാരായണ ഗുരു CPIM-നെ സംബന്ധിച്ചോളം ഒരു എതിർ ചേരിയിലുള്ള ആളല്ല. ഏറ്റവും അധികം യോജിക്കുകയും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളോടൊപ്പം നീങ്ങുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. അത്തരം തെറ്റുകളെ തിരുത്താനുള്ളൊരു ഇതിലേക്ക് CPIM വന്നിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ RSSനെ കുറിച്ച് സംസാരിക്കുന്ന പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വേദിയിലേക്ക് ആക്രമണം, അത് ന്യായീകരിക്കാവുന്ന ഒന്നാണോ? അല്ല, CPM ഒഴിച്ച് വേറെ ആരും SNDP പോലും പറയില്ലല്ലോ BJP-ക്കാർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചു വന്നു. ഇത് ബോധപൂർവം കേരളത്തിൽ ഇപ്പോൾ SNDP ഒരുപക്ഷെ BJP-യുമായോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായോ ഒരു അടുപ്പം കാണിക്കുന്നു എന്ന് തോന്നുന്നു എങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള. ശ്രീ A. സജീവൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾക്ക് ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആ രീതിയിലുള്ള ഒരു ജാതി സംഘടന പ്രമുഖ നേതാവായി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം സജീവൻ പറഞ്ഞ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടു. ഇതിനെ സംബന്ധിച്ച് ഞാനൊന്ന് ആലോചിച്ചു, അദ്ദേഹം ഒന്ന് വിലയിരുത്തട്ടെ. കേരളത്തിൽ എല്ലാ കാര്യങ്ങളും ജാതിയുടെ പേരിൽ ജോലി, ജാതിയുടെ പേരിൽ ആനുകൂല്യം, ജാതിയുടെ പേരിൽ സ്ഥാനാർത്ഥിത്വം, ബാക്കി ജാതിയുടെ പേരിൽ പാർട്ടി പോസ്റ്റുകൾ, ഇതെല്ലാം പറഞ്ഞ് ചില ആളുകൾ ജാതിപരമായി എല്ലാ കാര്യങ്ങളും നേടിക്കൊണ്ടുപോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാത്രം ജാതിക്കെതിരെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ജാതിയുടെ അടിസ്ഥാനത്തിലല്ലേ പാർട്ടി? അതായിരുന്നില്ല ചോദ്യം. അദ്ദേഹം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു പ്രത്യേക മതസമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ശ്രീനാരായണീയർ എന്ന് വിളിക്കുന്ന ഈഴവ സമുദായത്തിന്റെ നേതാവായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
അല്ല, അദ്ദേഹം SNDP-യുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അംഗീകരിക്കേണ്ട ഇല്ലാത്ത ഒരു പ്രശ്നമില്ലല്ലോ. NSS-നെ അംഗീകരിക്കണം, KPMS-നെ അംഗീകരിക്കണം, വിശ്വകർമ്മയെ അംഗീകരിക്കണം, ധീവരസഭയെ ആലോചിക്കണം. അതേപോലെ തന്നെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തെ അനാഥരാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി ശ്രീ ഗോവിന്ദൻ മാഷ്, സ്വത്ത് രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യം. സാമ്രാജ്യത്വം ആധുനിക സമൂഹത്തിൽ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ജാതി, അതുപോലെ തന്നെ വംശം, രാഷ്ട്രം, ലിംഗം തുടങ്ങിയിട്ടുള്ള സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സാമ്രാജ്യത്വ അനുബന്ധങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി സോവിയറ്റ് റഷ്യ തന്നെ തകർന്നു എന്ന് പറയുമ്പോൾ 10-14 രാജ്യങ്ങളായിട്ട് മാറുന്ന അവസ്ഥ വംശീയവും അതുപോലെ തന്നെ ഭാഷയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്, സ്വത്ത് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയാണ്. അതിന് BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും പൂർണ്ണമായിട്ട് പിന്തുണ നൽകുകയാണ്. BJP തന്നെ ഒരു സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ജാതി മത വർഗീയ ശക്തികൾ സ്വാഭാവികമായിട്ടും സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും തന്നെ എതിർക്കുന്നതിന് വേണ്ടി തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൽ മറുപടി പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി പേരുകളുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് കോൺഗ്രസ്സാണ്, അതുപോലെ തന്നെ ഗദർ പ്രസ്ഥാനം, നവജവാൻ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസ്ഥാനം. അങ്ങനെ വിവിധ കൈവഴികളിലൂടെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണ്, സമരങ്ങളിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു സമരം കൊണ്ട് മാത്രമല്ല, നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഭാഗമായി ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് RSS, ഹിന്ദു വർഗീയവാദികൾ. ആ തലത്തിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യയെ പൂർണ്ണമായിട്ട് കീഴടക്കി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ശക്തിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും RSS ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയാം. നിന്നിട്ടില്ല. പക്ഷേ ശ്രീ MV ഗോവിന്ദൻ മാഷിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് 2 കാര്യങ്ങൾ അറിയാനുണ്ട്. അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അന്ന് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി നടത്തിയ വിലയിരുത്തലിൽ ഹൈന്ദവ വോട്ടുകൾ വളരെയധികം ഇടതുപക്ഷത്ത് കിട്ടേണ്ടുന്ന വോട്ടുകൾ മാറിപ്പോയി എന്നുള്ള ഒരു വിലയിരുത്തൽ BJP-ക്ക് അനുകൂലമായി ഭവിച്ചു എന്നുള്ള രീതിയിൽ, വോട്ടുകൾ കൂടി എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തൽ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ചേർത്ത് ആ ഒരു ഇതിൽ നിന്ന് മാറ്റം വരുത്താനായി ഇത്തരം പരിപാടികൾ, ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ബിംബ ആരാധന ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ഇടപെടലുകളിലേക്ക് പാർട്ടി നീങ്ങുന്നോ എന്നുള്ളൊരു ചോദ്യം. ഇത് പാർട്ടിയിൽ ഒരു തിരുത്തൽ, പ്രത്യേകിച്ചും ഹൈന്ദവ സംഘടന അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ കൂടുതലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള വിലയിരുത്തലിൽ നിന്നുകൊണ്ട് അതിലൊരു ചോർച്ച സംഭവിക്കുന്നതിനെ തടയിടാനായി ഉള്ള സംരംഭമായിട്ടാണ് നവമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഇടപെടലുകളെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലുണ്ടായ വിവാദം. അല്ല, ഇതൊന്നും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന എന്തോ മാറ്റം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞങ്ങൾ ഒരു കൃഷ്ണജയന്തിയും നടത്താൻ തീരുമാനിച്ചിട്ടില്ല, ശ്രീകൃഷ്ണ ജയന്തിയും നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത് ബാലസംഘത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ സമാപന പരിപാടിയാണ്. ആ സമാപന പരിപാടിയിൽ നടത്തിയിട്ടുള്ള നിരവധി ഘോഷയാത്രകളുണ്ട്. ആ ഘോഷയാത്രകളിൽ ഒന്നിലാണ് തലമുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായത്. ഞങ്ങൾക്കത് സംബന്ധിച്ച് വേറെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജനാധിപത്യപരമായ രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ ബാലസംഘത്തിൻ്റെ കുട്ടികൾ നടത്തിയിട്ടുള്ള, അതിൻ്റെ ഒപ്പം ചേർന്ന് മറ്റുള്ളവരും സഹായിച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ എന്തോ തീരുമാനമാണെന്നുള്ള ധാരണ വേണ്ട. പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം CPM-ന് തെറ്റായ ധാരണകളാണുള്ളത് എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. വിശ്വാസങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളിതിലല്ല. ഇപ്പോൾ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസൽമാൻ്റെയോ അമ്പലത്തിൽ പോകുന്നതിന്, പള്ളിയിൽ പോകുന്നതിന്, ചർച്ചിൽ പോകുന്നതിന് ഞങ്ങളാരും ഇതിലല്ല. ഒരു വിശ്വാസിക്കുമെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല CPIM. വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ രീതിയിൽ മുന്നോട്ടേക്ക് പോകാം. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാം. ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കുകയും ചെയ്യാം. എന്നാൽ അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, ചർച്ചിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും ചർച്ചിൽ പോകാനുമുള്ള പോരാട്ടം ജനാധിപത്യപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളതിന് മുമ്പിൽ നിൽക്കും. മതം അവസാനിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. മതനിരാസം എന്നുള്ളത് CPIM-ൻ്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ സമീപനമല്ല,
മതനിരപേക്ഷതയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. മതനിരാസം CPIM-ൻ്റെ അജണ്ടയിലില്ല. നമുക്ക് ശ്രീ JR പത്മകുമാറിനും ഫക്രുദ്ദീൻ അലിക്കും നാളെ അവസരം തരാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ A സജീവൻ, ഒപ്പം ആത്മീയവാദ രംഗത്തെ വ്യത്യസ്ത ശബ്ദമായ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി.